ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതല്ലാത്ത മറുവഴിയില്ല എന്നുള്ളിടത്തിൽ നിന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ മാത്രം ആയുധമല്ല. എന്നെല്ലാം ലോകത്ത് അധിനിവേശത്തിന് ആരെല്ലാം ഒരുമിട്ടിറങ്ങിയിട്ടുണ്ടോ എന്നും അധിനിവേശ ശക്തികൾ എടുത്തുപയോഗിച്ച ആയുധമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ഇന്നും നമ്മുടെ രാജ്യത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യബോധം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ കേരളീയരാണ്. കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടുകൂടി വിലയിരുത്തുന്നവരാണ് നമ്മൾ. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും കൂടി നാം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഉണർത്തുന്നത്. അഥവാ മതവികാരം പരമാവധി ഉയർത്തിവിട്ടുകൊണ്ട് മതവികാരവും മതവിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരുടെ അധികാരം ഈ രാജ്യത്ത് നിലനിർത്തുവാൻ പരിശ്രമിച്ചു പോകുന്നത്. ഫാസിസത്തിന്റെ താല്പര്യമാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഫാസിസ്റ്റുകളുടെ മാത്രം താല്പര്യമല്ല, സാമ്രാജ്യത്വത്തിന്റെ കൂടി താല്പര്യമാണ്. ഇന്നും ആഗോള സാമ്രാജ്യത്വ ശക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭിന്നിപ്പിനെതിരെ നമുക്ക് കാണാൻ കഴിയും. അഥവാ ആഗോള സാമ്രാജ്യത്വ ശക്തി അധിനിവേശത്തിന് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഭിന്നിപ്പ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലസ്തീൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിന്റെ കഴുകക്കണ്ണിന് കീഴിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഇസ്ലാമിക ശക്തി അധികാരത്തിലേറിയ ഒരു സാഹചര്യത്തിൽ ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരമേറിയ വിഭാഗത്തെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കാത്തത് കൊണ്ടായിരുന്നു ആ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമം സാമ്രാജ്യത്വത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത്. അവർ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിച്ചോ ഹമാസിനെയും ഫത്തഹിനെയും, അതുപോലെ തന്നെ ഷിയയെയും സുന്നിയെയും, അതുപോലെ തന്നെ ഇന്ത്യയെയും പാകിസ്ഥാനെയും, അഥവാ ഇന്ത്യക്കകത്താണെങ്കിൽ ഹിന്ദുക്കളെയും മുസൽമാനെയും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഭിന്നിപ്പുകൾക്ക് നേതൃത്വം നൽകുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അധിനിവേശം നടത്തുകയും ചെയ്യുക എന്ന കുതന്ത്രമാണ് എന്നും സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു പോരുന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുത്തു നിൽക്കുവാനുള്ള കരുത്ത് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ചരിത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും വർഗീയ ശക്തികളെ നാം നേരിടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് നേരിടുക പരിഹാരമല്ല. തീവ്രവാദത്തെ പ്രതിതീവ്രവാദം കൊണ്ട് നേരിടുക പരിഹാരമല്ല. അതുപോലെ തന്നെ ഭീകരതയെ പ്രതിഭീകരവാദം കൊണ്ട് നേരിടുക എന്നത് പരിഹാരമല്ല. എന്നല്ല, ഇസ്ലാം ഇത്തരത്തിലുള്ള സാമുദായികവും അതുപോലെ തന്നെ വർഗീയവുമായ നിലപാടുകളെ കണിശമായി വിചാരണ വിധിക്ക് വിധേയമാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വർഗീയത എന്ന് ചോദിച്ചാൽ, എന്താണ് സാമുദായികത എന്ന് ചോദിച്ചാൽ, റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂൺ എന്ന കാഴ്ചപ്പാടാണ്. അഥവാ തെറ്റായാലും ശരിയായാലും എന്റെ സമുദായം എന്ന കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് സമുദായത്തെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ സാമുദായികമായ വിഷയങ്ങളെ നേരിടുകയും ചെയ്യുന്നതിനാണ് നാം പലപ്പോഴും സാമുദായികത എന്നോ വർഗീയത എന്നോ പരാമർശിക്കാറുള്ളത്. ഇവിടെയാണ് ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ വളരെ വ്യക്തമായി അത് നമുക്ക് നിർവചിച്ചു തന്നു. അഥവാ നിന്റെ കൂടെയുള്ള നിന്റെ സമൂഹത്തിനെ ധിക്കാരത്തിലും അതിക്രമത്തിലും സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയത അല്ലെങ്കിൽ പക്ഷപാതപരമായ മനസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമിക സമൂഹം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു മതവിശ്വാസിക്ക് ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ മതദർശനങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയവാദിയാവുക സാധ്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ വർഗീയതയുടെ കൊടിവാഹകന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും മതപണ്ഡിതന്മാരായിരുന്നില്ല, മതബോധമുള്ള ആളുകളായിരുന്നില്ല. ചരിത്രത്തിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. മുഈനുദ്ദീൻ ചിസ്തിയെ പോലെയുള്ള, ഗുരുനാനാക്കിനെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള, അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, ഗാന്ധിജിയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മതമില്ലാത്തവരായിരുന്നില്ല. അവർ മതത്തിന്റെ വക്താക്കളായിരുന്നു, മതഭക്തന്മാരായിരുന്നു, പലരും മതപണ്ഡിതന്മാരായിരുന്നു. അബ്ദുൽ കലാം ആസാദ് ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ വ്യാഖ്യാനം വരെ നിർവഹിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ മതഭക്തി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മക്കൾ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തെ യഥാർത്ഥത്തിൽ മതമൂല്യങ്ങളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വായിച്ചെടുക്കുകയും അതിന്റെ ഗുണഗണങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ആ വൈവിധ്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തോട് ശക്തമായി പടപൊരുതുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഗാന്ധിജിക്ക് അബ്ദുൽ കലാം ആസാദിനോട് സഹകരിക്കുവാൻ, അതുപോലെ തന്നെ അബ്ദുൽ കലാം ആസാദിന്റെ നെഹ്റുവിനോട് സഹകരിക്കുവാൻ ഒരിക്കലും അവരുടെ മതവിശ്വാസം ഒരിക്കലും അതിർവരമ്പുകൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വർഗീയതയുടെ ചരിത്രവും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വർഗീയതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, തീവ്രവാദത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ
നോക്കുമ്പോൾ ആ ചരിത്ര വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭിക്കുന്നത് മതബോധമില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ മതവർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്തത്. വി.ഡി. സവർക്കറാകട്ടെ, ഗോൾവാൾക്കറാകട്ടെ, അതുപോലെ തന്നെ ഹെഡ്ഗവാറാകട്ടെ ഒരിക്കലും മതത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. അതുപോലെ തന്നെ മതപാണ്ഡിത്യത്തെയോ മതഭക്തിയെയോ പ്രതിനിധീകരിക്കുന്നവരല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം മതവികാരത്തെ ലാക്കാക്കിക്കൊണ്ട് അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി തേടുന്നവരായിരുന്നു എന്നും മതവർഗീയതയുടെ വക്താക്കളായി നമ്മുടെ രാജ്യത്ത് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യ വിഭജിക്കപ്പെട്ട ഒരിക്കലും നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടാൻ പാടില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടത്, സ്വാതന്ത്ര്യം ഒരു മുറിവായ ഒരു സമുദായത്തിന് അനുഭവപ്പെട്ടത്, സ്വാതന്ത്ര്യത്തിന് മുറിവുടങ്ങാതെ ഒരുപാട് ദുരന്തങ്ങൾക്ക് ഒരു സമുദായം എല്ലാ